മട്ടന്നൂർ കാരയിലെ ചാത്തോത്ത് കനാൽ നടപ്പാലം തകർന്നു വീണു. വ്യാഴാഴ്ച പുലർച്ചെയാണ് പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതം തീർത്ത് പാലത്തിന്റെ പകുതി ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബ് കനാലിലേക്ക് തകർന്നു വീണത്. കാലപ്പഴക്കമാണ് തകർച്ചയ്ക്ക് കാരണം. ഇതോടെ നൂറുകണക്കിന് ജനങ്ങളാണ് ദുരിതത്തിലായത്. പുലർച്ചെ പത്രവിതരണത്തിനായി പാലത്തിലൂടെ യാത്ര ചെയ്ത ആളാണ് പാലം പകുതി ഭാഗം തകർന്നതായി കണ്ടത്. തുടർന്ന് ബന്ധപ്പെട്ടവരെ വിവരം അറിയിച്ച് പാലം ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. 52 വർഷത്തോളം പഴക്കമുള്ള കനാൽ പാലം തകർന്നതോടെ കനാലിന്റെ ഇരുകരകളിലുമുള്ള കാര, തെളുപ്പ് ഭാഗങ്ങളിലെ നാട്ടുകാർ യാത്രാദുരിതത്തിലായി. കനാൽ കടക്കാൻ 1 കിലോമീറ്ററോളം ദൂരെയുള്ള അടുത്ത പാലം വഴി പോകേണ്ട സ്ഥിതിയാണ്. 12 മീറ്ററോളം നീളമുള്ള പാലമാണ് തകർന്നത്. കൈവരികളും മറ്റും തകർന്ന പാലം വർഷങ്ങളായി അപകട ഭീഷണിയിലായിരുന്നു. കൈനി UP സ്കൂൾ, തെളുപ്പ് അങ്കണവാടി തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും യാത്രാക്ലേശത്തിലായി. ആ പാലം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ നിരവധി ആളുകൾക്ക് യാത്രാ സൗകര്യം, ഏക യാത്രാ സൗകര്യം ഈ പാലം മാത്രമാണ്. നമ്മുടെ കൈനി UP സ്കൂള്, തെളുപ്പ് അംഗൻവാടിയിലൊക്കെ കുട്ടികൾ ഈ പാലത്തിൻ്റെ കാരപ്രദേശത്ത് വരുന്ന കുട്ടികൾക്ക് ഏക ആശ്രയം ഈ പാലമാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ തെളുപ്പ് ഭാഗത്തേക്ക് 100-150ഓളം വീടുകൾ താമസക്കാരുണ്ട്. ഈ തെളുപ്പ് പ്രദേശത്തിനാണെങ്കിൽ നമ്മളെ ഈ യാത്രാ സാധനം ബസ് സർവീസോ മറ്റൊന്നും തന്നെ ഇല്ല. അപ്പോൾ അവരുടെ ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ അഞ്ചരക്കണ്ടി മട്ടന്നൂർ റോഡിൽ കാര പോസ്റ്റ് ഓഫീസിൻ്റെ ഇടയ്ക്കാണ് ബസ് സ്റ്റോപ്പ്. അവിടെ ബസ് ഇറങ്ങിയിട്ട് ആ വരുന്ന ആളുകളെല്ലാം ബസ് ഇറങ്ങി വരുന്ന തെളുപ്പ് പ്രദേശത്തേക്ക് വരുന്നതും ഈ പാലം വഴിയാണ്. ഈ തെളുപ്പ് അംഗൻവാടിയിലാണ് കാരപ്രദേശത്തെ കുട്ടികളെല്ലാം തന്നെ വരുന്നത്. അതുപോലെ തന്നെ UP സ്കൂൾ, പ്രധാനപ്പെട്ട ഒരു UP സ്കൂളാണ് കൈനി UP സ്കൂൾ. ഈ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കുട്ടികൾ, അവരെ രക്ഷിതാക്കൾ കുട്ടികളെ കൂട്ടി കടന്നു വരുന്ന ഒരു വഴിയും ഇതാണ്. അപ്പോൾ ആ കുട്ടികളും ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ്. ഇപ്പോൾ ഒരു മുക്കാൽ കിലോമീറ്റർ അപ്പോഴാണ് ഇനിയിപ്പോൾ മറ്റൊരു കണക്ഷൻ പാലമില്ല. അപ്പോൾ അത്രയും ചുറ്റി വളഞ്ഞു വേണം ഇനി കുട്ടികളെല്ലാം തന്നെ അംഗൻവാടിയിലേക്കും സ്കൂളിലേക്കും പോകണം. അപ്പോൾ അത് അവരും വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. തെളുപ്പ് ഭാഗത്തേക്ക് ബസ് സർവീസ് ഇല്ലാത്തതിനാൽ കനാലിന്റെ മറുഭാഗത്ത് വിമാനത്താവള റോഡിൽ കാരയിൽ ബസ് ഇറങ്ങി പാലം വഴിയാണ് നൂറുകണക്കിന് ആളുകൾ വീടുകളിലെത്താറുള്ളത്. പാലം തകർന്നതോടെ തെളുപ്പ് ഭാഗം ഒറ്റപ്പെട്ട നിലയിലാണ്. പഴശ്ശി കനാലിന്റെ സമീപത്തെ പല കനാൽ പാലങ്ങളും പഴകി അപകട ഭീഷണിയിലാണ്. പ്രദേശവാസികൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇതുണ്ടാക്കുന്നത്. യാത്രാ ദുരിതം ഒഴിവാക്കാൻ ജലസേചന വകുപ്പ് ഉടൻ നടപടി സ്വീകരിക്കണമെന്നും തൽക്കാലം യാത്രാമാർഗം ഒരുക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്നും സ്ഥലം സന്ദർശിച്ച കീഴല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. അനിൽകുമാർ പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ നമുക്ക് നാട്ടുകാർക്ക് വലിയ പ്രയാസത്തിലാണ്. എങ്ങനെ ഇപ്പോൾ 2 പ്രദേശങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയ സ്ഥിതിയാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ പാലം പുനഃസ്ഥാപിച്ച് ഒരു യാത്രാ ക്ലേശം പരിഹരിക്കുന്നതിനാവശ്യം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രയാസങ്ങളെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ അവരുടെ ശ്രദ്ധയിൽ എത്രയും പെട്ടെന്ന് ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഇതിനാവശ്യമായ പരിഹാരം കാണണം എന്നാണ് അഭ്യർത്ഥിക്കാൻ. വകുപ്പിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും സ്ഥലം സന്ദർശിച്ച ജലസേചന വകുപ്പ് കനാൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിയാദ് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.